ഗുരുവായൂർ കണ്ടാണിശ്ശേരി ആസ്ഥാനമാക്കി മാക് എന്നൊരു സംഘടന, മാക് മീൻസ് മ്യൂസിക് ആർട്സ് സെൻറ്റർ, ലാസ്റ്റ് 15 വർഷമായിട്ട് പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിൽ അത് സംഗീതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അവരുടെ ഒരു കൂട്ടായ്മയാണ്. മാക് മ്യൂസിക് അവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു പുരസ്കാരം ലാസ്റ്റ് 10 വർഷമായിട്ട് എല്ലാ വർഷവും സംഗീതത്തിൻ്റെ വിവിധ മേഖലകളിലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾക്കാർക്ക് നമ്മളത് സമർപ്പിക്കുന്നുണ്ട്. ഈ മാക് സംഘടനയിൽ ഇപ്പോൾ ഏകദേശം 100ഓളം പേരുണ്ട്. അതും കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ സംഗീതജ്ഞര് ഇതിൻ്റെ അംഗങ്ങളാണ്. പലവിധ പ്രവർത്തനങ്ങളും സംഗീതത്തിൻ്റെ മേഖലയിൽ മാക് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഈ മാക് എന്ന സംഗീത പുരസ്കാരം പ്രശസ്ത കീബോർഡ് ആർട്ടിസ്റ്റും മ്യൂസിക് ഡയറക്ടറും വളരെയധികം സംഗീതത്തിൻ്റെ മേഖലയിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള ഒരു ഗായകനും കൂടിയായ ശ്രീ സദാനന്ദ് കെ ശങ്കർ, മാക്കായിട്ട് ഒരുപാട് കാലത്തെ പ്രവർത്തന പരിചയമുള്ള സദാനന്ദ് കെ ശങ്കറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു അവാർഡ് മാക് നൽകുന്നുണ്ട്. അപ്പോൾ ഈ വർഷത്തെ അവാർഡ് പ്രശസ്തനായ ചലച്ചിത്ര പിന്നണി ഗായകനും സിനിമാ നടനുമായിട്ടുള്ള കൃഷ്ണചന്ദ്രനാണ് ഈ പ്രാവശ്യത്തെ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണചന്ദ്രനുമായി ഒരു 15ഓളം വർഷത്തെ മ്യൂസിക് കാര്യങ്ങളിൽ വളരെയധികം അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് സദാനന്ദൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മൃതിക്ക് മുന്നിൽ ഈ ഒരു അവാർഡ് നമ്മൾ കൊടുക്കുമ്പോൾ അത് കൃഷ്ണചന്ദ്രനാവണം എന്ന് ഈ പ്രാവശ്യം ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് തീരുമാനമെടുത്തത്. അപ്പോൾ ഈ അവാർഡ് മാക്കിൻ്റെ 15ാം വാർഷികം വരുന്ന സെപ്റ്റംബർ 5-ാം തീയതി കണ്ടാണിശ്ശേരി മാക് മന്ദിർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആസ്ഥാനമാണ്, അവിടെ വെച്ചിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ആ വാർഷിക ആഘോഷത്തിനോടനുബന്ധിച്ച് ഈ അവാർഡ് നമ്മൾ കൃഷ്ണചന്ദ്രന് സമർപ്പിക്കും. അന്നേ ദിവസം തന്നെ പ്രശസ്ത സംഗീത സംവിധായകനായ മോഹൻ സിത്താരയും പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായികയായ ലതിക ടീച്ചറും അവർക്കും ഒരു ആദരം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരായിരിക്കും ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. പിന്നെ അതിനോടനുബന്ധിച്ച് ഈ വാർഷികാഘോഷത്തിനോടനുബന്ധിച്ച് നമ്മൾ അഖില കേരള അടിസ്ഥാനത്തിൽ ഒരു അർജുനഗീതം എന്ന് പറഞ്ഞൊരു മ്യൂസിക് കോമ്പറ്റീഷൻ, സംഗീതത്തിൻ്റെ പാട്ട് മത്സരം നടത്തുന്നുണ്ട്. അത് ഈ 30-ാം തീയതി, ഓഗസ്റ്റ് 30-ാം തീയതിയാണ് അതിൻ്റെ ഫൈനൽ. അത് 2 കാറ്റഗറിയിൽ ആയിട്ടാണ് ചെയ്യുന്നത്, ജൂനിയറും സീനിയറും. 10 മുതൽ 20 വരെ വയസ്സുള്ള ജൂനിയറും കാറ്റഗറിയും 21 മുതൽ 50 വയസ്സ് വരെയുള്ള സീനിയർ കാറ്റഗറി. അങ്ങനെ 2 കാറ്റഗറിയിലായിട്ട് 6 സമ്മാനങ്ങളാണ് അത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് കേരളത്തിലെ തന്നെ പ്രഗത്ഭരായ സംഗീതജ്ഞരുടെ ജഡ്ജ്മെൻറ്റിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അന്നത്തെ വിജയികൾക്ക് നമ്മൾ ഈ മാക്കിൻ്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ഗാനസന്ധ്യയിൽ വെച്ച് അവാർഡുകൾ അവർക്ക് മൂന്ന് മത്സരത്തിൻ്റെ 3 ഫസ്റ്റും സെക്കൻഡും തേർഡും പ്രൈസുകൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. അന്ന് തന്നെ നടക്കുന്ന ഗാനസന്ധ്യയിൽ അവർക്ക് പാടാനുള്ള അവസരം, പ്രശസ്ത പിന്നണി ഗായകരുടെ കൂടെ പാടാനുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ 6 മണിക്കാണ് 5-ാം തീയതി പുരസ്കാരം കൊടുക്കുന്നത്. ആനന്ദ പത്മനാഭൻ സാറായിരിക്കാനാണ് സാധ്യത. അത് കൊടുക്കാമല്ലേ? അത് ഞങ്ങൾ അത് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് കൊടുക്കാം, കൊടുത്തോളൂ, കൊടുക്കാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം.
വീണ വിദ്വാൻ അനന്തപത്മനാഭൻ മാഷ്. ഇനി എന്തെങ്കിലും ഇതാണ് ഒരു സമ്മറി. ഈ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ഈ സദാനന്ദ് കെ ശങ്കറിന്റെ പേരിലുള്ള മാക്കിന്റെ പേരിലുള്ള സദാനന്ദ് കെ ശങ്കർ സംഗീത പുരസ്കാരം ഇപ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത് കൃഷ്ണൻ തന്നെയാണ്. വാർഷികാഘോഷം അർജുന മാഷ പാട്ടുകൾ മാത്രം ബേസ് ചെയ്തിട്ടുള്ള മത്സരമാണ്. അർജുന മാഷ അവസാനത്തെ വേദി ഞങ്ങളുടെ മാഷ്ക്കായിരുന്നു 2018 അവാർഡ് മാഷക്കാണ് അർജുന മാഷക്കാണ് കൊടുത്തത്. അർജുന മാഷ് അവസാനമായിട്ട് പങ്കെടുത്ത വേദി ഇതായിരുന്നു, മാക്കിന്റെ പുരസ്കാരം കൊടുക്കുന്ന ചടങ്ങായിരുന്നു. പിന്നീട് അദ്ദേഹം സുഖമില്ലാതിരിക്കുകയും ഓർമ്മ തകരാറൊക്കെ വരികയുണ്ടായി. ഞാനാണ് ഇപ്പോഴത്തെ മാക്കിന്റെ പ്രസിഡന്റ് സ്ഥാനം. എൻ്റെ പേര് ഹരിദാസ് നാരായണൻ. മെയിൻ കോർഡിനേറ്ററാണ് മാക്കിന്റെ. സത്യാനന്ദ് കെ ശങ്കർ സത്യാനന്ദ് മാസ്റ്റർ എഴുതിയിട്ടുള്ളതാണ്. ഇപ്പോൾ ട്രഷറർ സ്ഥാനം വഹിക്കുന്നു. പിന്നെ അഹമ്മദ് ഇബ്രാഹിം മ്യൂസിക് കോർഡിനേറ്ററാണ്. ഉസ്താദ് അഹമ്മദ് ഇബ്രാഹിം പ്രശസ്തമായ സിത്താർ വാദകനാണ്. ശ്രീ രവിശങ്കറിന്റെ ശിഷ്യനാണ്. കണ്ടാണിശ്ശേരിയാണ് ഇതിന്റെ ആസ്ഥാനം കണ്ടാണിശ്ശേരി. കേരളത്തിന്റെ ഒരുവിധം ജില്ലയിൽ ആൾക്കാരുണ്ട്, മെമ്പർമാരാണ്. അതെ, കോഴിക്കോട്, എറണാകുളം എല്ലാ മെമ്പേഴ്സ് ഉണ്ട്. സംഗീതമായിട്ട് ബന്ധമുള്ളവരും സംഗീതത്തോട് താല്പര്യമുള്ളവരും സംഗീതം മാത്രമല്ല, മറ്റ് കലാ സാംസ്കാരിക മേഖലകളിലുള്ള ആൾക്കാരും സാമൂഹ്യ സാംസ്കാരിക കൊറോണ സമയം മുതൽ ഇങ്ങനെ ആവശ്യത അനുഭവിക്കുന്ന കലാകാരന്മാർക്കുള്ള ചില സാമ്പത്തിക സഹായങ്ങളുണ്ട്. അതുപോലെ തന്നെ ഉത്സവകാലങ്ങളിലുള്ള ചില സമ്മാനങ്ങളും ഓണക്കാലത്തുള്ളതൊക്കെ അങ്ങനെയൊക്കെ നടത്താറുണ്ട്. ഇപ്പൊ സംഗീതം മാത്രമല്ല, സാമൂഹിക സേവന രംഗം കൂടെ മാക്കിന്റെ ഉള്ളടക്കത്തിലുണ്ടെന്ന് അർത്ഥം. പിന്നെ ഉയർന്നു വരുന്ന കലാകാരന്മാർക്ക് ഒരു വേദിയാവാറുണ്ട് മാക്ക്. എപ്പോഴും അവർക്ക് പ്രോത്സാഹനം കൊടുക്കും. അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ മാക്ക് എപ്പോഴും എഫേർട്സ് എടുക്കാറുണ്ട്.